2019 മെയ് മാസം 12-ന് IPL ഫൈനൽ മത്സരം നടക്കുകയാണ്. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയം. മുംബൈ ഇന്ത്യൻസ് ഉയർത്തിയ 150 റൺസ് വിജയലക്ഷ്യവുമായി ചെന്നൈ സൂപ്പർ കിങ്സ് പൊരുതുകയാണ്. ഇന്നിംഗ്സിന്റെ 4-ാം ഓവറിലായിരുന്നു ഒരു സംഭവം നടന്നത്. ഒരു റണ്ണിനായി ഡൈവ് ചെയ്ത് ഷെയ്ൻ വാട്സന്റെ മുട്ടിൽ ആഴത്തിൽ മുറിവേറ്റു. മുറിവിന്റെ കാര്യം ആരും അറിഞ്ഞില്ല. ഉള്ളിലെ പേശികൾ മുറിഞ്ഞ് ചോര പുറത്തേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു. വാട്സൺ ഇക്കാര്യം ആരോടും പറഞ്ഞതുമില്ല. മലിംഗയും ബുംറയും തീതുപ്പുന്ന പന്തുകൾ എറിയുമ്പോൾ ഒരു വശത്ത് തന്റെ വേദനയെ കടിച്ചമർത്തിക്കൊണ്ട് ആ 37-കാരൻ ബാറ്റ് വീശിക്കൊണ്ടേയിരുന്നു. കളി പുരോഗമിക്കവേ അദ്ദേഹത്തിന്റെ മഞ്ഞ പാൻസിൽ ചോര പടർന്നു. കളി കാണുന്നവർക്കോ കമന്റേറ്റർമാർക്കോ പോലും അദ്ദേഹം അനുഭവിക്കുന്ന ആ വേദനയെക്കുറിച്ച് അറിവില്ലായിരുന്നു. 2-ാം ഓവർ മുതൽ അവസാന ഓവർ വരെ ഏതാണ്ട് 1.5 മണിക്കൂറോളം അദ്ദേഹം ആ മുറിവും വെച്ച് ബാറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഒടുവിൽ 59 പന്തിൽ 80 റൺസ് എടുത്ത് ടീമിനെ വിജയത്തിന്റെ വാതിൽക്കൽ എത്തിച്ചിട്ട് റണ്ണൌട്ടായി മടങ്ങി. പടവുകൾ കയറിപ്പോകുമ്പോഴാണ് വാട്സന്റെ പാൻസിലെ ആ രക്തക്കറ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തത്. ആ മുറിവിൽ 6 സ്റ്റിച്ചുകൾ വേണ്ടി വന്നെന്ന് പിന്നീട് സഹതാരം ഹർഭജൻ സിംഗ് വെളിപ്പെടുത്തിയപ്പോഴാണ് ലോകം ആ അർപ്പണബോധം തിരിച്ചറിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ആ മത്സരത്തിൽ ചെന്നൈ ഒരു റണ്ണിന് തോറ്റെങ്കിലും വേദന സഹിച്ചുകൊണ്ട് തന്റെ ടീമിന് വേണ്ടി അവസാന നിമിഷം വരെ പൊരുതിയ വാട്സന്റെ ഇന്നിംഗ്സ് സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ ഒരു ഉത്തമ ഉദാഹരണമായി ഇന്നും വാഴ്ത്തപ്പെടുന്ന ഒന്നാണ്. സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നാൽ അത് വെറുമൊരു മാന്യതയേ അല്ല, അത് തൻ്റെ ടീമിനോടും ലക്ഷ്യത്തോടുമുള്ള കലർപ്പില്ലാത്തൊരു കൂറാണല്ലേ. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പ്രതിസന്ധികളൊക്കെ വരാം. സാമ്പത്തിക തകർച്ചയോ അതല്ലെങ്കിൽ പരാജയങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒക്കെ നമ്മളെ തളർത്താം. അപ്പോഴൊക്കെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, എൻ്റെ മുറിവുകളാണോ അതോ എൻ്റെ ലക്ഷ്യമാണോ വലുതെന്ന്. ചോരയൊലിപ്പിക്കുന്ന കാലുമായി വാട്സന് പോരാടാമെങ്കിൽ നമ്മൾ എന്തിനു പിന്മാറണം? ഇതിഹാസ താരം മുഹമ്മദ് അലി പറഞ്ഞതുപോലെ, പരിശീലനത്തിൻ്റെ ഓരോ നിമിഷവും ഞാൻ വേദന അനുഭവിച്ചു. പക്ഷേ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഇപ്പോൾ കഷ്ടപ്പെടൂ, ബാക്കി ജീവിതകാലം മുഴുവൻ ഒരു ചാമ്പ്യനായി ജീവിക്കുമെന്ന്. ശരിയല്ലേ? ഇപ്പോഴുള്ള വേദനകളൊക്കെ താൽക്കാലികമല്ലേ? നമ്മൾ നേടുന്ന വിജയം, അതാണ് ചരിത്രം. ഒന്നോർത്താൽ മതി, നമ്മളെ തളർത്തുന്നത് നമ്മുടെ മുറിവുകളല്ല, മറിച്ച് പോരാട്ടം അവസാനിപ്പിക്കാനുള്ള നമ്മുടെ തീരുമാനമാണ്. മുറിവുകളെ വിജയത്തിൻ്റെ ചവിട്ടുപടികളാക്കി മാറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ.